പ്രിയപ്പെട്ട അധ്യക്ഷൻ കൃഷ്ണകുമാർ, ഉദ്ഘാടകൻ അനിരുദ്ധൻ, വേദിയിലുള്ള സുഹൃത്തുക്കളെ, പ്രിയമുള്ളവർ, ഇങ്ങനെയൊരു വിഷയത്തെ ആധാരമാക്കി സംസാരിക്കാൻ കഴിയുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് ഇതിൻ്റെ സംഘാടകനായ ഷാജി എന്നോടിത് പറഞ്ഞപ്പോൾ എന്നെ ഒഴിവാക്കാൻ ഞാൻ നിർബന്ധിച്ചതാണ്. പക്ഷേ ഷാജിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാനിവിടെ വന്നു എന്നേ ഉള്ളൂ. ബൗദ്ധ സങ്കല്പങ്ങളെക്കുറിച്ചും ബുദ്ധനെക്കുറിച്ചൊക്കെ ഏറെ താല്പര്യപൂർവം ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഒരു വിശദമായൊരു പഠനം നടത്തി ബൗദ്ധസങ്കല്പങ്ങളെക്കുറിച്ച് വിലയിരുത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പശ്ചാത്തലം എനിക്കില്ല എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പോൾ കേരളത്തിൽ ഈ പലയിടത്തും ബുദ്ധപ്രതിമകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ റിപ്പോർട്ടുകൾ കാണാറുണ്ട്. അടുത്ത കാലത്ത് ഞാനൊരു റിപ്പോർട്ട് കാണുകയുണ്ടായി. സ്വാഭാവികമായിട്ടും ഇവിടെയൊക്കെ ബുദ്ധമതത്തിന് സ്വാധീനം ഉണ്ടായിരുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചന തന്നെയാണത്. പക്ഷേ നമ്മുടെ അധ്യക്ഷനും പ്രബുദ്ധാവതാരകനും സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ ചരിത്രകാരന്മാരുടെ വളരെ നിഷേധാത്മകമായ സമീപനം അതിനെയൊക്കെ അവഗണിക്കാൻ ശ്രമിക്കുന്ന രീതിയാണ്. ഈ നമ്മുടെ കേരളത്തിലെ ചരിത്രകാരന്മാരെക്കുറിച്ച് അവർ പറഞ്ഞ അഭിപ്രായത്തോട് എനിക്ക് പൂർണ്ണമായി യോജിപ്പാണ്. എൻ്റെ തന്നെ ഒരു അനുഭവത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കാം. ഇവിടെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പഴയ തുറമുഖമായിരുന്നു എന്ന് കണക്കാക്കപ്പെടുന്ന മുസിരിസ്, കൊടുങ്ങല്ലൂരല്ല, ഇന്നത്തെ കൊടുങ്ങല്ലൂരല്ല, മുസിരിസ് എന്ന് പറയുന്ന ആ ഭാഗം, അത് ഇന്ന് നമ്മുടെ പറവൂർക്ക് പോകുമ്പോൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് മൂത്തകുന്നം കഴിഞ്ഞ് പട്ടണം എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലത്താണ് ഈ മുസിരിസിൻ്റെ ആസ്ഥാനമുണ്ടായിരുന്നത് എന്ന് തെളിയിക്കുന്ന ഒരു ചരിത്ര ഗവേഷകനായ ചെറിയാൻ്റെ ഗവേഷണ കാലത്ത് അദ്ദേഹം എന്നെ വിളിക്കുകയുണ്ടായി. അതൊന്ന് കാണണം, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് എഴുതണമെന്നും പറഞ്ഞുകൊണ്ട് ഞാനങ്ങനെ താല്പര്യപൂർവ്വം തന്നെ അത് കാണാൻ പോവുകയുണ്ടായി. ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ചയാണ് ഞാൻ അവിടെ കണ്ടത്. ഏകദേശം 3 മീറ്റർ ആഴത്തിൽ, 3 മീറ്റർ എന്ന് പറയുമ്പോൾ 10 അടിയിലധികം വരുന്ന ആഴത്തിൽ ഉള്ള വലിയൊരു സ്ക്വയറായിട്ടുള്ളൊരു കുഴിയെടുത്തിരിക്കുകയാണ് അവർ. ഈ ആർക്കിയോളജിക്കൽ രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. കൃത്യമായി അതിൻ്റെ ഓരോ അടരുകളും മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ ആ 10 അടി അഴിയിലേക്ക് ഒരു കോണി വെച്ചിട്ട് എന്നോട് അതിലേക്ക് ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു മൂലയിൽ 4-5 ഇഷ്ടികകൾ കൃത്യമായൊരു കെട്ടിടത്തിൻ്റെയോ എന്തിൻ്റെയോ ഒരു അടിത്തറ പോലെ, അതും വലിയ ഇഷ്ടികകൾ, ഒരു 12 ഇഞ്ച് വീതിയും 18 ഇഞ്ച് നീളവും വരുന്ന രീതിയിലുള്ള 3 ഇഞ്ചോ 4 ഇഞ്ചോ കനവുമുള്ള വലിയ ചുവന്ന ഇഷ്ടികകൾ. ആ ഇഷ്ടികകൾ അടുക്കി വെച്ചിട്ട് ഇങ്ങനൊരു കൃത്യമായി പണിത എന്തോ ഒരു അതിനെ യോജിപ്പിക്കുന്ന, അത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഏതോ രീതിയിലുള്ളൊരു യോജിപ്പ് വസ്തുക്കൾ കൊണ്ട് അത് പണിതിരിക്കുന്നതിൻ്റെ കൃത്യമായ ഇതാണ്. ചെറിയാൻ സൂചിപ്പിക്കുന്നത് അത് അവിടുത്തെ ഈ വഞ്ചികൾ വന്നടുത്തിരുന്നൊരു കടവിൻ്റെ സ്റ്റെപ്പുകളുടെ ഭാഗങ്ങളാണ് അതെന്നാണ്. മാത്രമല്ല കുറച്ചപ്പുറത്തായിട്ട് അതേ കുഴിയിൽ തന്നെ ഒരു ഒറ്റത്തടിയിലുണ്ടാക്കിയ ഒരു തോണിയുടെ കുറച്ച് ഭാഗം, ആ ഒരറ്റം വളരെ ഒരു 2-3 അടി നീളത്തിലുള്ള അറ്റം വരുന്ന ഒരു ഭാഗവും വളരെ കറുത്ത് ദ്രവിച്ച അവസ്ഥയിലാണത്. അതും ഉണ്ടായിരുന്നു. കൃത്യമായിട്ടും അതൊരു ആർക്കും നിഷേധിക്കാനാകുന്നൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. അപ്പം ഞാനത് അതേപടി തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടന്ന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലൊരു ലേഖനം എഴുതുകയും ചെയ്തു. അതിൻ്റെ അന്ന് അവിടെ നിന്നുള്ള ഈ അവശിഷ്ടങ്ങൾ അമേരിക്കയിലെ ഈ വസ്തുക്കളുടെ കാലപരിധി നിശ്ചയിക്കുന്ന രീതിയിലുള്ള ഗവേഷണത്തിന് അയക്കുകയും 2200 വർഷം പഴക്കമുള്ളതാണ് ആ തോടിയും ആ വസ്തുക്കളും എന്ന്
അവിടെ നിന്നുള്ള റിപ്പോർട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്ര 2200 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ പട്ടണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മുസ്ലിസ് കേന്ദ്രം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ നിഷേധിക്കാനാകാത്ത തെളിവാണത്. അപ്പോൾ അതുമായി ബന്ധിപ്പിച്ചുകൊണ്ട് തന്നെ വേണം നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തെ ഇനി വിലയിരുത്താൻ ശരിക്കും. കാരണം അത് നിഷേധിക്കാനാകാത്ത തെളിവാണ്. ഞാനപ്പോൾ അത് ആണ് ആ ലേഖനത്തിൽ എഴുതിയത്. അതിനുശേഷം MGS നാരായണനെ കാണാനിടയായപ്പോൾ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. MGS നാരായണൻ പരിഹസിച്ചുകൊണ്ട് എന്നോടൊരു ചോദ്യം, വേണു എന്ന് മുതലുള്ള ആർക്കിയോളജിസ്റ്റ് ആയത് എന്ന് ഒരു പരിഹാസം. രാജൻ ഗുരുക്കൾ അന്ന് എൻ്റെ ലേഖനത്തിന് മാതൃഭൂമിയിൽ മറുപടി എഴുതുകയുണ്ടായി. അത് വേറെന്തോ, അതായത് അവിടെ അങ്ങനെ ഒരു കേന്ദ്രം ഉണ്ടായിരുന്നില്ലെന്നും പുറത്തുനിന്ന് ഗ്രീസിൽ നിന്നും മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെ, അപ്പോൾ അവിടെ നിന്നൊക്കെ വന്നിരുന്ന അന്നത്തെ ഒരുതരം ഈ മുത്തുമണികളുണ്ട്, അതിൻ്റെ ഒരു വലിയ ശേഖരവും ഇവിടെ കിട്ടിയിട്ടുണ്ട്, ചെറിയാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അന്ന് അത്തരം വസ്തുക്കൾ അവിടെ നിന്ന് ഇവിടേക്ക് എത്തിച്ചിരുന്നു എന്നും അത് അവിടെ നിന്നുള്ളവർ വന്ന് ഇവിടെ വ്യാപാരം നടത്തിയിരുന്നപ്പോൾ അവരുടെ വ്യാപാരത്തിന് വേണ്ടിയുള്ള ചില താൽക്കാലിക സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാക്കിയതാണ് ആ പറഞ്ഞ കണ്ടതൊക്കെ എന്ന രീതിയിൽ രാജൻ ഗുരുക്കൾ വന്ന് എനിക്ക് മറുപടി പോലെ ലേഖനത്തിൽ എഴുതുകയുണ്ടായി. എന്തൊരു അബദ്ധമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും വ്യക്തമായൊരു അടിത്തറയുള്ള ഒരു നിർമ്മിതി അവിടെ ഉള്ളതിന് വ്യാപാരികൾ വരുന്നതിന് അവരുണ്ടാക്കിയ ഇവിടെ അങ്ങനെ ഒരു അടിത്തറയുണ്ടെന്ന് അംഗീകരിക്കാൻ ഇവർ തയ്യാറല്ല. കാരണം നമ്മുടെ ചരിത്രകാരന്മാരുടെ രാജഗുരുക്കളുടെയും ഇവരുടെയൊക്കെ അനുസരിച്ച് കേരളത്തിൻ്റെ ചരിത്രം ഒരു 1200 വർഷം മാത്രം പഴക്കമുള്ളതാണ്. അപ്പോൾ 2200 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു സാംസ്കാരിക അടിസ്ഥാനം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ അവരിതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കേരള ചരിത്രം മുഴുവനും തന്നെ അപ്രസക്തമാവുകയാണ് ചെയ്യുക. അവരുടെ ചരിത്രകാരന്മാരെന്ന രീതിയിലുള്ള അവരുടെ നിലനിൽപ്പ് തന്നെയാണ് അപകടത്തിലാവുന്നതെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർക്കത് അംഗീകരിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇന്ന് നോക്കൂ, യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കാനല്ല അവർ തയ്യാറാവുന്നത്. അവർ മുൻവിധികളോടുകൂടി ഉണ്ടാക്കിയ സിദ്ധാന്തങ്ങൾക്ക് ചേരുംപടി യാഥാർത്ഥ്യത്തെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന ചരിത്രകാരന്മാരുടെ തരംതാണ രീതി എന്ന് തന്നെ എനിക്ക് ബോധ്യപ്പെട്ടതാണ്. ബുദ്ധൻ്റെ മതത്തിൻ്റെ സ്വാധീനം തീർച്ചയായിട്ടും നമുക്കിന്ന് കൃത്യമായ തെളിവുകളില്ല. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ ബുദ്ധ വിഗ്രഹങ്ങളുടെ പല അവശിഷ്ടങ്ങളും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും കണ്ടെത്തി എന്നതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് നിഷേധിക്കാനാവില്ല. ബുദ്ധമതത്തിന് കേരളത്തിൽ സ്വാധീനം ഉണ്ടായിരുന്നു. കേരളത്തിൽ മാത്രമല്ല, മൊത്തത്തിൽ ഇന്ത്യയിൽ മുഴുവൻ തന്നെ സ്വാധീനമുണ്ടായിരുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചന തന്നെയാണത്. തീർച്ചയായിട്ടും അശോകൻ്റെയൊക്കെ കാലത്ത് അശോകൻ ചെയ്ത ബുദ്ധമതം വ്യാപിപ്പിക്കാൻ വേണ്ടി ചെയ്ത പണികളെല്ലാം നമുക്കറിയാവുന്നതാണ്. പക്ഷേ ബുദ്ധൻ ജനിക്കുകയും ബുദ്ധമതം ഉടലെടുക്കുകയും ചെയ്ത ഇന്ത്യയിൽ നിന്ന് ബുദ്ധമതം പൂർണ്ണമായും ഏറെക്കുറെ പുറന്തള്ളപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് വളരെ ചെറിയൊരു ബുദ്ധമത വിഭാഗം മാത്രമാണ് ഇന്ത്യയിലുള്ളത്. അതേസമയം ഏറെക്കുറെ കിഴക്കേഷ്യ എന്ന് പറയാവുന്ന മേഖലകൾ മുഴുവൻ തന്നെ, ചൈന, ജപ്പാൻ, പറഞ്ഞ തെക്കിഴക്കേഷ്യൻ രാജ്യങ്ങൾ, ബർമ്മ തുടങ്ങി ഈ കിഴക്കേഷ്യൻ രാജ്യങ്ങളിലെല്ലാം തന്നെ ബുദ്ധമതം ഇന്നും വളരെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ മതമാണ്, അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇതെങ്ങനെ പുറത്തള്ളപ്പെട്ടു എന്നുള്ളതിൻ്റെ പല കൃത്യമായ തെളിവുകളൊന്നും ഇല്ലെങ്കിലും ചരിത്രകാരന്മാരുടെയൊക്കെ തന്നെയുള്ള നിഗമനങ്ങളുള്ളത് ഇവിടെ പിന്നീട് വളർന്നു വന്ന ഹൈന്ദവ മേധാവിത്വ ശക്തികൾ ശരിക്കും ഇവരെ അടിച്ചോടിക്കുകയാണ്, ഇവിടെ തകർത്ത് കളയുകയാണ് ചെയ്തത്. ബുദ്ധമത സ്ഥാപനങ്ങളെയും സംവിധാനങ്ങളെയും ബുദ്ധമതക്കാരെയൊക്കെ തന്നെ ഇവിടെ നിന്ന് ശരിക്കും അടിച്ചോടിക്കുകയോ നശിപ്പിക്കുകയോ ആണ് ചെയ്തത് എന്ന ഒരു നിഗമനമുണ്ട്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു വിലയിരുത്തലുണ്ട്. എനിക്കത് നേരിട്ട് ചെറിയൊരു അനുഭവം പോലെ പറയാനുള്ളത്, എൻ്റെ നാട് കൊടുങ്ങല്ലൂരാണ്. എൻ്റെ ചെറുപ്പകാലത്ത് കൊടുങ്ങല്ലൂർ സ്കൂളിൽ ഞാൻ പഠിക്കാൻ പോകുമ്പോൾ മീനമാസത്തിൽ ഭരണി അവിടെ ഒരു ഉത്സവമുണ്ട്. പക്ഷേ ആ ഉത്സവം ഒരു വളരെ സവിശേഷമായ ഒന്നാണ്. അധികവും മലബാറിൽ നിന്ന്, പാലക്കാട് ഭാഗത്തു നിന്നൊക്കെയുള്ള കുറേയധികം ആളുകൾ ഒരുതരം ഇങ്ങനെ 2 കോലുകൾ വെച്ചിട്ട് ഇങ്ങനെ കോലുകൾ കുട്ടി പാട്ടുപാടി വരുന്ന ഒരിതുണ്ട്.
ആ പാട്ട് പാടി വരിക എന്ന് പറഞ്ഞാൽ മുഴുവൻ തെറിപ്പാട്ടുകളാണ്. ഞങ്ങളൊക്കെ താമസിക്കുന്ന ഭാഗത്ത് കൂടിയുള്ള റോട്ടിൽ കൂടി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇവർ എത്ര 25 കിലോമീറ്ററോളം വരും കൊടുങ്ങല്ലൂർക്ക്. ആ വഴി മുഴുവനും ഈ പാട്ടും പാടി നടന്നാണ് ഈ സംഘങ്ങൾ വരിക. മുഴുവൻ തെറിപ്പാട്ടാണ്. അത് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രം പണ്ടൊരു ബുദ്ധവിഹാരമായിരുന്നു. അവിടെ നിന്നുള്ള ആ ബുദ്ധമത കാര്യം മുഴുവനും തന്നെ അവിടെ നിന്ന് അടിച്ചോടിക്കാൻ വേണ്ടി ബ്രാഹ്മണ ശക്തികൾ അയച്ചു വിട്ട ആളുകളാണ് ഈ തെറിപ്പാട്ടും പാടിയവരെ സൈക്കിൾ. അങ്ങനെ കേട്ടിട്ടുണ്ട്. ശരിയോ തെറ്റോ ഒന്നും അറിയില്ല. കൊടുങ്ങല്ലൂർ ഭാഗത്തൊക്കെ വ്യാപകമായ നിലവിലുള്ള ഒരു വ്യാഖ്യാനവും സങ്കല്പമാണത്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എങ്ങനെ ബുദ്ധമതത്തെ ഇവിടെ നിന്ന് നിഷ്കാസനം ചെയ്യാൻ വേണ്ടി ഹിന്ദുമത ശക്തികൾ ശ്രമിച്ചു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ കൊടുങ്ങല്ലൂർ സംഭവം. ഏറെക്കുറെ അങ്ങനെ എന്തോ രീതിയിൽ ബുദ്ധമതത്തെ ഇന്ത്യയിൽ നിന്ന് മുഴുവനായിട്ട് തന്നെ ഹൈന്ദവ ശക്തികൾ ബുദ്ധമതത്തെ തുരത്തുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ബുദ്ധമതം ഉടലെടുത്ത ഇന്ത്യയിൽ ബുദ്ധമതം ഇല്ലാതാവുകയും എന്നാൽ കിഴക്കേഷ്യ മുഴുവനും തന്നെ ബുദ്ധമതം വ്യാപിക്കുകയും ചെയ്യാനിടയായി എന്നുള്ളൊരു വലിയ വൈരുദ്ധ്യം ചരിത്രപരമായി തന്നെ വിശദീകരിക്കപ്പെടേണ്ട ഒരു വൈരുദ്ധ്യം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ബുദ്ധസങ്കല്പങ്ങളെക്കുറിച്ചും അതിൻ്റെ ഒരു വ്യാഖ്യാനത്തെക്കുറിച്ചും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ തയ്യാറല്ല. പക്ഷേ വേറെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എല്ലാ മതങ്ങൾക്കും സംഭവിക്കുന്നത് പോലത്തെ ഉള്ള ഒരു അപജയം ബുദ്ധമതത്തിനും സംഭവിച്ചിട്ടുണ്ട് എന്നത് നമ്മൾ കാണാതിരുന്നുകൂടാ. എല്ലാ മതങ്ങളും ഉത്ഭവ സമയത്ത് വളരെ ഉദാത്തമായ ആദർശങ്ങളോടുകൂടി തന്നെയാണ്, നന്മയുടെയും നീതിയുടെയും ഒക്കെ പ്രതീകങ്ങളുമായ വലിയ മഹത്തായ ആശയങ്ങളോടുകൂടിയാണ് എല്ലാ മതങ്ങളും ഉടലെടുക്കുന്ന സമയത്ത് അതങ്ങനെയാണ്. പക്ഷെ പിന്നീട് അത് വ്യവസ്ഥാപിതമായൊരു സംവിധാനമായി മാറുന്നതോടുകൂടി, ശരിക്കും മതമായി മാറുന്നതോടുകൂടി അത് അപജയത്തിന് വിധേയമാകുന്നു എന്നത് കാണാം. എല്ലാ മതങ്ങൾക്കും സംഭവിച്ചിട്ടുള്ളത് അത് തന്നെയാണ്. പുരോഹിതന്മാരും പുരോഹിത സംഘങ്ങളും അതങ്ങനെ ഒരു തരം എന്താ പറയുക മേലാള അടിമ സമ്പ്രദായം പോലുള്ളൊരു സംവിധാനത്തിലേക്ക് അത് മാറുകയും ചെയ്യുന്നു. ബുദ്ധമതത്തിനും അത് തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ദലൈലാമയും കൂട്ടിലും നമ്മുടെ ഇന്ത്യയിൽ വന്ന് താമസിക്കുന്നുണ്ടോ, ടിബറ്റൻ ബുദ്ധമതക്കാരാണ് അവർ. അവരുടെ ടിബറ്റിലെ ബുദ്ധമത ഘടനയെക്കുറിച്ചൊക്കെയുള്ള പല റിപ്പോർട്ടുകളും ഞാൻ കാണാനിടയായിട്ടുണ്ട്. ദലൈലാമയുടെ ചരിത്രമൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല റിപ്പോർട്ടുകളുണ്ട്. അങ്ങേറ്റം ഫ്യൂഡലായ ഒരു ഘടനയാണ്. ശരിക്കും ജന്മിമാരും അതിൻ്റെ താഴെയുള്ള അടിയാന്മാരും പോലുള്ള ഒരു സാമൂഹ്യ ഘടനയാണ് ടിബറ്റിലൊക്കെ നിൽക്കുന്നത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ ഘടനയെ തകർക്കാൻ, തനി ഫ്യൂഡൽ ഘടനയാണ് അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് അത് തകർക്കാൻ എന്നുള്ള രീതിയിലാണ് അവിടെ ഇടപെടാൻ ശ്രമിച്ചത്. ആ ഇടപെടലിന് ന്യായീകരിക്കാവുന്ന രീതിയിലുള്ള ഒരു പിന്തിരിപ്പൻ സാമൂഹ്യ ഘടനയാണ് ടിബറ്റിലെ ബുദ്ധമത സംഘടനാ സംവിധാനം സൃഷ്ടിച്ചിട്ടുള്ളതെന്നൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മതങ്ങൾക്കും സംഭവിക്കുന്ന ഒരു അപജയം ആ അർത്ഥത്തിൽ ബുദ്ധമതത്തിന് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ധാരണ. മറ്റ് ഓരോ പ്രദേശങ്ങളിൽ എന്താണെന്നുള്ള രീതിയിൽ വിശദമായിട്ടൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ ടിബറ്റിലെ ബുദ്ധമതത്തെക്കുറിച്ചുള്ള ഈ പഠനം ഞാൻ കൃത്യമായി തന്നെ ശ്രദ്ധിക്കാൻ ഇടയായിട്ടുണ്ട്. എൻ്റെ വിശദാംശങ്ങൾ തന്നെ അവർ നൽകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ബുദ്ധ സങ്കല്പങ്ങൾ ആദ്യകാല ആദർശങ്ങൾ എന്ന രീതിയിൽ നമ്മളിന്ന് ഉയർത്തിപ്പിടിച്ചാൽ അത് എത്രത്തോളം ന്യായീകരിക്കത്തക്കതാവും. ഒരു മതം എന്ന രീതിയിൽ ബുദ്ധസങ്കല്പങ്ങളും പരിണമിച്ചപ്പോഴുണ്ടായ അപജയത്തെക്കുറിച്ച് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബൗദ്ധ സങ്കല്പങ്ങൾ എന്ന രീതിയിൽ ഇന്നത്തെ സാമൂഹ്യ ഘടനയെ സംശുദ്ധമാക്കാൻ വേണ്ടി, അതിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഈ ആശയങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയുമോ എന്നതിൽ എനിക്ക് സംശയമുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ ആധുനിക കാലഘട്ടത്തിലെ പ്രശ്നങ്ങൾ ആധുനിക സമൂഹത്തിൻ്റെ സംവിധാനങ്ങളും ഘടനയെ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് പരിഹരിക്കപ്പെടേണ്ടത്. ഒരു ജനാധിപത്യവൽക്കരണ പ്രക്രിയയിലൂടെ എങ്ങനെയാണ് നമ്മുടെ ഇതുപോലുള്ളൊരു സമൂഹത്തെ, ഇന്നിപ്പോൾ ഒരു മതാധിഷ്ഠിത സമൂഹത്തിലേക്ക് കൃത്രിമമായി തന്നെ പിടിച്ച് തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ ചെറുത്ത് നിന്നുകൊണ്ട് ഇവിടുത്തെ മതേതര ജനാധിപത്യ ഘടനയ്ക്ക് എങ്ങനെ പ്രതിരോധിക്കാനാകും എന്നുള്ളതാണ് നമ്മളിന്ന് ഈ കാലഘട്ടം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതിന് തീർച്ചയായിട്ടും ബുദ്ധമത ചിന്തകളിൽ നിന്ന്
സഹായകമായ ഘടകങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാവുന്നതാണ്. എങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രശ്നങ്ങളെല്ലാം തന്നെ അപ്പോഴും ഉണ്ടാവും. ബുദ്ധമതത്തിൻ്റേതായ പരിമിതികൾ, ഒരു മതമെന്ന രീതിയിൽ അത് മാറിയപ്പോൾ ഉണ്ടായിട്ടുള്ള പരിമിതികൾ നമുക്ക് അവഗണിക്കാനാവില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും ഇങ്ങനെയുള്ള ഒരു വിഷയം ചർച്ച ചെയ്യാനും അതേക്കുറിച്ചൊക്കെ ചിന്തിക്കാനും നമ്മളെ പ്രേരിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെയൊരു സെമിനാർ ചർച്ച സംഘടിപ്പിച്ച സംഘാടകരെ അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.